ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൽ യൂസർ എന്ത് ചെയ്യും, ഒരു സ്ട്രിങ് തരും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ തരും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര വവൽസ് ആ ഒരു സ്ട്രിങ്ങിനകത്ത് വന്നിട്ടുണ്ട്, എത്ര കൺസണൻസ് വന്നിട്ടുണ്ട്, എത്ര ഡിജിറ്റ്സ് വന്നിട്ടുണ്ട്, എത്ര സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളതിൻ്റെ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുവാണ് TKMIT_123 എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് എത്ര വവൽസ് വന്നിട്ടുണ്ട്, AEIOU അല്ലേ, ഇവിടെ ഒരൊറ്റ ഐയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വവൽസിൻ്റെ കൗണ്ടിനകത്ത് എന്ത് ചെയ്യും, ഒന്ന് കൂട്ടണം. പിന്നെ കൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വവൽസ് അല്ലാത്ത എല്ലാ ആൽഫബറ്റ്സും. ഓക്കെ, അപ്പോൾ T വരും, K വരും, M വരും, T വരും അല്ലേ. അപ്പോൾ എത്ര എണ്ണം വരും, 1 2 3 4. അപ്പോൾ കൺസണൻസ് എത്ര എണ്ണം വന്നിട്ടുണ്ട്, 4 എണ്ണം വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെ വന്നിട്ടുണ്ട്, അണ്ടർസ്കോറും മറ്റും. ഓക്കെ, സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് എന്താ, 2 കൊടുത്തു. അടുത്തത് നമ്പേഴ്സ് എത്ര എണ്ണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റ്സ് എത്ര എണ്ണം വന്നിട്ടുണ്ട്, 1 2 3 എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്, 3 ഡിജിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത്, എന്താണ് യൂസർ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. യൂസർ എന്താ ചെയ്യുന്നത്, ഒരു സ്ട്രിങ് തരും. ഓക്കെ, അപ്പോൾ യൂസർ തരുന്ന സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗെറ്റ്സ് വെച്ചിട്ട് ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യും. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ പേര് ഞാൻ എസ് എന്ന് വിളിക്കുവാണെങ്കിൽ ഗെറ്റ്സ് എസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് എന്ത് കിട്ടും, സ്ട്രിങ് എൻ്റെ കയ്യിൽ കിട്ടും. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ, സ്ട്രിങ്ങിനകത്തുള്ള ഇതെല്ലാം എന്താണ്, സ്ട്രിങ്ങിനകത്തുള്ള ഓരോരോ ആൽഫബറ്റ്സ് ആണ് അല്ലേ. ആ ഓരോരോ ആൽഫബറ്റ്സിനെയാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോഴേക്കും എങ്ങനെയായിരിക്കും ഞാൻ ചെക്ക് ചെയ്യുക, സ്ട്രിങ്ങിനകത്തുള്ള ഓരോ എലമെൻറ്റും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് എന്താ, S(i) ആണ് സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടറിനെയും നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കുന്നത് അല്ലേ. അറയ്ക്കകത്തുള്ള ഓരോ എലമെൻറ്റും A(i) ആണെങ്കിൽ S എന്നുള്ള സ്ട്രിങ്ങിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും വിളിക്കുന്ന പേരെന്താ, S(i) എന്ന് വിളിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, I വരുന്നത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് പൊസിഷൻ 0 മുതൽ എവിടം വരെ പോവും, നമ്മളുടെ S(i) നോട്ട് ഈക്വൽ ടു ഏതാവുന്ന വരെ, /0 ആവുന്നവരെ അല്ലേ. അതായത് സ്ട്രിങ്ങിൻ്റെ എപ്പോഴും എന്തുമായിരിക്കും, /0 ആയിരിക്കും. അറിയാമല്ലോ, നമ്മൾ എന്ത് കൊടുത്താലും അവസാനത്തെ ക്യാരക്ടറായിട്ട് സിസ്റ്റം എക്സ്പ്ലിസിറ്റ്ലി ഇൻസേർട്ട് ചെയ്യുന്ന ലാസ്റ്റ് എലമെൻ്റാണ് /0 ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, I++ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഈ S(i)യുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ആ S(i) ഈക്വൽ ടു എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം വവലാണോ എന്ന് നോക്കണം. വവലാണെങ്കിൽ ക്യാപിറ്റൽ A എന്താണ്, ഒരു വവലാണ്. അതേപോലെ തന്നെ S(i) ഈക്വൽ ടു ക്യാപിറ്റൽ A ആയാലും അതെന്താണ്, ഒരു വവലാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇത് അല്ല എങ്കിൽ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓർ കൊടുക്കാം. സോ S(i) ഈക്വൽ ടു A ഓർ S(i) ഈക്വൽ ടു എന്താവാം, ക്യാപിറ്റൽ A ആകാം. അതേപോലെ നമുക്ക് ഈ സെയിം കണ്ടീഷൻ തന്നെ ആർക്ക് കൊടുക്കണം, E ആകാം, ക്യാപിറ്റൽ E ആകാം, I ആണോ എന്ന് ചെക്ക് ചെയ്യണം, ക്യാപിറ്റൽ I ആണോ എന്ന് ചെക്ക് ചെയ്യണം, O ആണോ എന്ന് ചെക്ക് ചെയ്യണം, ക്യാപിറ്റൽ O ആണോ എന്ന് ചെക്ക് ചെയ്യണം, പിന്നെ സ്മോൾ കേസ് യു ആണെന്ന് ചെക്ക് ചെയ്യണം, ക്യാപിറ്റൽ കേസ് യു ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഫിനകത്ത് നമ്മൾ ഇത്രയും ഓർ കണ്ടീഷൻസ് വെച്ച് ഇത്രയും എക്സ്പ്രഷൻസിനെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും അല്ലേ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വവൽസിൻ്റെ കൗണ്ട്, ഞാൻ വവൽസിൻ്റെ കൗണ്ടിനെ VC എന്ന് വിളിക്കുക. വവൽസിൻ്റെ കൗണ്ട് ഈസ് ഈക്വൽ ടു വവൽസിൻ്റെ ഓൾറെഡി ഉള്ള കൗണ്ടിൻ്റെ കൂട്ടത്തിൽ +1 ചെയ്യണം അല്ലേ. അതായത് വവൽസിൻ്റെ കൗണ്ട് ഒന്ന് കൂടണം. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ്, കൺസണൻസ്. ഓക്കെ, അപ്പോൾ കൺസണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വവൽസ് എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ഇനി ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ വരാം, കൺസണൻസ് വരാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ അത് ബാക്കിയുള്ള BCDF G എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫുൾ എഴുതി നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ, ഒരു എളുപ്പമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ആൽഫബറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് ഈസാൽഫ. എന്താണ്, ഈസാൽഫ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആൽഫബറ്റ് ഒരു ക്യാരക്ടർ ആൽഫബറ്റ് ആണെങ്കിൽ, അതായത് ആൽഫബറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതല്ലാത്തൊരു ആൽഫബറ്റ് ആണെങ്കിൽ, ഓക്കെ, ഈസാൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആൽഫബറ്റിനെ നോക്കും. അപ്പോൾ ഇതൊരു നോർമൽ ആൽഫബറ്റ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, ഈസാൽഫ വെച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു ആൽഫബറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റിൻ്റെ അല്ലെങ്കിൽ കൺസണൻസിൻ്റെ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടണം. CON-നകത്താണ് ഞാൻ കൺസണൻറ്റിനെ സേവ് ചെയ്യുന്നതെങ്കിൽ CON ഈസ് ഈക്വൽ ടു CON +1 കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ആൽഫബറ്റിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഈസാൽഫ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡിജിറ്റിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആരുണ്ട്, ഈസ് ഡിജിറ്റ് ഉണ്ട്. ഈസ് ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഈസ് ഡിജിറ്റ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ഗിവൺ സ്ട്രിങ്ങിനെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈസ് ഡിജിറ്റിൽ ട്രൂ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റിൻ്റെ കൗണ്ട് ഡിജിറ്റ് ഈസ് ഈക്വൽ ടു ഡിജിറ്റ് +1 കൊടുക്കും. അതായത് ഡിജിറ്റിൻ്റെ കൗണ്ട് എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇനി അല്ല, അപ്പോൾ ഇതൊന്നും അല്ല എങ്കിൽ എന്തായിരിക്കും, ഒരു സ്പെഷ്യൽ സിമ്പൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എൽസ് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ എൽസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ സിമ്പലിൻ്റെ കൗണ്ട് SP എന്ന് കൊടുക്കുക. സ്പെഷ്യൽ സിമ്പലിൻ്റെ കൗണ്ട് ഈസ് ഈക്വൽ ടു ഓൾറെഡി 1 ഉള്ളതുകൊണ്ട്
ഓൾറെഡി ഉണ്ടെങ്കിൽ 1 കൊടുക്കുക, അത് +1 ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചേക്കുന്നത് എന്താണ്? 2 ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഈസ് ആൽഫയും പഠിച്ചിട്ടുണ്ട്, ഈസ് ഡിജിറ്റും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഈസ് ആൽഫയും ഈസ് ഡിജിറ്റും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡർ ഫയലാണ് #include ctype.h. എന്താ #include എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയും? ctype.h. ctype.h. ഓക്കെ, ctype.h #include ctype.h ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ആൽഫയും ഈസ് ഡിജിറ്റും വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമുക്കിതിലൊരു ഫുൾ ഓൺ പ്രോഗ്രാം ആക്കി നോക്കാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് റൈറ്റപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടും. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്ത് വെക്കും. ആ സ്ട്രിങ്ങിനകത്തുള്ള എന്താണ്, നമുക്ക് കൺസണൻസിൻ്റെ കൗണ്ട് വേണം, വവൽസിൻ്റെ കൗണ്ട് വേണം, ഡിജിറ്റ്സിൻ്റെ കൗണ്ട് വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് വേണം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വവൽസ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എൻ്റെ സ്ട്രിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗെറ്റ്സ് ചെയ്യുമ്പോഴേക്കും യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ സ്ട്രിങ് വാങ്ങിച്ചു വെക്കും. എസ് എന്നുള്ള സ്ട്രിങ് വേരിയബിളിനകത്താണ് നമ്മൾ വാങ്ങി വയ്ക്കുന്നത്. ഇനി നമ്മൾ ആ എസ്സിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ എടുക്കണം, അതായത് ഓരോ SOFI എടുക്കണം, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ സ്ട്രിങ്ങിൻ്റെ ട്രാവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? I സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ, I എവിടെ വരെ പോകും? *0 ആകുന്നവരെ I++ ചെയ്തുകൊണ്ട് വേണം നമുക്ക് സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനും എടുക്കാൻ. ഇനി സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? SOFI എന്നാ. ആ ഓരോ ക്യാരക്ടറിനും നമ്മൾ വവലുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും, അല്ലേ? വവൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ A ആയിരിക്കാം, സ്മോൾ a ആയിരിക്കാം. അപ്പോൾ ഇത് ക്യാപിറ്റൽ A ആയാലും സ്മോൾ a ആയാലും വവലിൻ്റെ കൗണ്ട് ഒന്ന് കൂടണം. അതുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടി ഓർ കൊടുത്തേക്കുന്നത്. A പോലെ തന്നെ A ആകാം, E ആകാം, I ആകാം, O ആകാം, U ആകാം. ഏത് വവലോ അതിൻ്റെ സ്മോൾ കേസോ ക്യാപിറ്റൽ കേസോ ഏത് വേണമെങ്കിലും ആകാം. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് മാച്ച് വരുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SOFI ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വവൽ സിമ്പിളുമായിട്ട് വവൽ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യുവാണെങ്കിൽ വവലിൻ്റെ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. വവൽ കൗണ്ട് വവൽ കൗണ്ട് +1. വവൽ കൗണ്ട് വേണ്ടിയാണ് ഞാൻ BC എന്നുള്ള വേരിയബിൾ എടുത്തേക്കുന്നത്. സിമ്പിൾ പ്രോഗ്രാമാണ്, ലെങ്ത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഈസിയായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇത് അല്ല എങ്കിൽ ഒരു നോർമൽ ആൽഫബറ്റ് ആയിരിക്കുമല്ലോ. ആൽഫബറ്റ് എന്ന് വെച്ചാൽ ഈ ആൽഫബറ്റിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും എയും ഇയും ഐയും ഒക്കെ കിട്ടും. പക്ഷേ സപ്പോസ് നമ്മുടെ ക്യാരക്ടറിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇഫ് അങ്ങ് അഡ്രസ്സ് ചെയ്യും. അതിനെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാവുകയെ. അപ്പോൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് ഇപ്പം നമുക്ക് ABC ഇതാണ് നമ്മുടെ സ്ട്രിങ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ S0 എന്താ? A ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ S0 ഇരിക്കുന്നത് A ആണ്. A ഈസ് മാച്ചിങ് വിത്ത് A. അപ്പോൾ നമ്മുടെ വവൽസിൻ്റെ കൗണ്ട് എന്ത് ചെയ്യും? 1 കൂടും. വവൽ കൗണ്ട് വവൽ കൗണ്ട് +1 ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? ആ ലൂപ്പിനകത്തുനിന്ന് ഈ ഒരു ഇഫ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലൂപ്പിനകത്തുനിന്നുള്ള അപ്ഡേഷൻ പോർഷനിലേക്ക് പോകും. അവിടെ ചെല്ലുന്നത് എന്താ? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ആൽഫബറ്റിനെ എടുക്കും. രണ്ടാമത്തെ ആൽഫബറ്റ് ആരാണ്? B. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്താ? SOFI AEIOയ്ക്കകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കും. വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൽസ് പോർഷനിലേക്ക് പോകും. എൽസ് പോർഷനിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈസ് ആൽഫ വെച്ചിട്ടാണ്. ഈസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ആൽഫ യൂസ് ചെയ്യുന്നത്. ഈസ് ആൽഫയുടെ സിൻടാക്സ് എന്താണ്? ഈസ് ആൽഫ എന്ന് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ പരാന്തസിസിനുള്ളിൽ അതിൻ്റെ പാരാമീറ്റർ ആയിട്ട് വേണം നമ്മൾ ഏതാണോ ചെക്ക് ചെയ്യേണ്ട വാല്യൂ അത് നമ്മൾ കൊടുക്കാൻ. കണ്ടോ? ഇപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു K ഉണ്ട്. K ഒരു ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഈസ് ആൽഫ ഓഫ് നമുക്ക് എന്ത് കൊടുക്കാം? K എന്നുള്ള ആൽഫബറ്റ് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഗിവൺ ക്യാരക്ടർ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈസ് ആൽഫ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈസ് ആൽഫ എന്നുള്ള സെക്ഷൻ അതിനെ അഡ്രസ്സ് ചെയ്യും. ഏത് ലെറ്ററിനെ? B അഡ്രസ്സ് ചെയ്യും. സോ ഇഫ് ഈസ് ആൽഫ ഓഫ് SOFI ട്രൂ ആണെങ്കിൽ, ഇത് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇഫിനകത്തേക്ക് കയറും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? കൺസണൻസിൻ്റെ കൗണ്ടാണ് രണ്ടാമത്തെ സെക്ഷനിൽ, അതായത് എൽസ് പോർഷനിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ കൺസണൻറ്റിൻ്റെ കൗണ്ട് എന്ത് ചെയ്യും? 1 കൂടും. അതായത് B കാണുമ്പോഴേക്കും കൺസണൻറ്റിൻ്റെ കൗണ്ട് എന്തായി മാറും? 1 ആയി മാറും. കൺസണൻറ്റ് ഈസ് 1 ആയി മാറും. ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത ആൽഫബറ്റിനെ നോക്കും. ഇതല്ല എങ്കിൽ ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്ട്രിങ്ങിനകത്ത് നമ്മൾ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു? C കണ്ടു. C ആണ് അടുത്ത ആൽഫബറ്റ് എന്ന് വിചാരിക്കുക. അപ്പോഴെന്ത് ചെയ്യും? അടുത്ത വേരിയബിൾ എടുക്കുമ്പോഴേക്കും SOFI വരുന്ന ആരാണ്? C വരും. C വരുമ്പോഴേക്കും ആൽഫയായിട്ട് മാച്ച് ചെയ്യും. അതായത് നമ്മുടെ വവൽസിൻ്റെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യത്തില്ല, ആൽഫയുടെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൺസണൻറ്റിനകത്ത് എന്ത് വരും? കൺസണൻ്റെ വാല്യൂ 1 ആയിരുന്നു എന്തായി മാറും? 1+1 എന്തായി മാറും? 2 ആയി മാറും. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രിങ്ങിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ABC 1 എന്നാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. ABC 1 അണ്ടർസ്കോറിട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്താ വർക്ക് ചെയ്യുക? ആദ്യം എന്ത് ചെയ്തു? Aയും Bയും Cയും ഇപ്പോൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. അതിനകത്ത് വവൽസിൻ്റെ കൗണ്ട് എന്തായിട്ടുണ്ട്? 1 ആയിട്ടുണ്ട്. ദെൻ Bയും Cയും കൺസണൻ്റെ കൗണ്ട് 2 ആക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കാണുന്നത് എന്താണ്? 1 എന്നുള്ള ആൽഫബറ്റ്. അടുത്ത SOFI വരുന്ന ആൽഫബറ്റ് എന്താണ്? 1 കാണും. അപ്പോൾ 1 ചെക്ക് ചെയ്ത് നോക്കും. SOFI ഇരിക്കുന്ന വാല്യൂ വവൽസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഒരു വവൽസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, ബിക്കോസ് SOFI ഇരിക്കുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇഫിനകത്തുനിന്ന് പുറത്തിറങ്ങി എൽസ് പോർഷനിൽ പോകും. അവിടെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ? ആൽഫബറ്റ് ആണോ നോക്കും. ഈസ് ആൽഫ ട്രൂ ആവുമോ നോക്കും. ഈസ് ആൽഫ ട്രൂ ആവത്തില്ല, കാര്യം നമ്മുടെ അടുത്ത ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ അത് മാച്ച് ചെയ്യാത്തതുകൊണ്ട് ഈ ഹിഫിൻ്റെ എൽസ് പോർഷനിലേക്ക് പോകും. അവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ചെക്ക് ചെയ്യുവാണ്. എന്ത് ചെക്ക് ചെയ്യുവാണ്? ഈസ് ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈസ് ഡിജിറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്?
ഈസ് ഡിജിറ്റ്, ഈസ് ആൽഫ പോലെ തന്നെ ഈസ് ഡിജിറ്റിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു, ആ പാരാന്തസിസിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, അത് ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് കിട്ടും. ഈസ് ആൽഫ ആണെങ്കിൽ ആൽഫബറ്റ് ആണെങ്കിൽ ട്രൂ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈസ് ഡിജിറ്റ് നോക്കും. അപ്പോൾ 1 എന്നുള്ളത് എന്താണ്, ഒരു ഡിജിറ്റാണ്, ഒരു ക്യാരക്ടർ അല്ല. അപ്പോഴേക്കും എന്ത് മനസ്സിലാവും, 1 ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് ഡിജിറ്റിൻ്റെ കൗണ്ട് എന്ത് ചെയ്യും, ഡിജിറ്റ് +1 ആവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മുടെ ഗിവൺ സ്ട്രിങ്ങിനകത്ത് അടുത്ത എലമെൻറ്റ് എന്താണ്, അണ്ടർസ്കോർ വരും അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, അടുത്ത SOFIയിൽ അണ്ടർസ്കോറുമായിട്ട് നമ്മൾ അകത്തോട്ട് കയറും. അവിടെ ചെല്ലുമ്പോൾ ആൽഫബറ്റ്സ്, അതായത് നമ്മുടെ എന്താണ് വവൽസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആൽഫബറ്റുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അവിടെയും ഈസ് ആൽഫ ട്രൂ ആവത്തില്ല, അതുകൊണ്ട് കൺസണൻറ്റിൻ്റെ കൗണ്ട് കൂടത്തില്ല. അടുത്ത് നമ്മൾ ഈസ് ഡിജിറ്റുകളോട് ചെല്ലും. ഈസ് ഡിജിറ്റ് വെച്ച് ചെക്ക് ചെയ്യുമ്പോഴേക്കും അവിടെയും ട്രൂ ആവത്തില്ല, അപ്പോൾ നമ്മൾ ഡിജിറ്റിൻ്റെ കൗണ്ട് കൂട്ടത്തില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യും, എൽസ് പോർഷനിൽ വരും. അല്ലെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവൺ സ്ട്രിങ്ങിനകത്ത് ആൽഫബറ്റ്സും കാണും, അതായത് കൺസണൻസ് കാണും, നോർമൽ ആൽഫബറ്റ്സ് കാണും, വവൽസ് കാണും അല്ലേ, പിന്നെ ഡിജിറ്റ്സ് കാണും. പിന്നെ അതൊന്നും അല്ലാത്തതിനെല്ലാം നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊന്നും അല്ലെങ്കിലാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, എൽസിലേക്ക് പോകുന്നത്. അപ്പോൾ അണ്ടർസ്കോർ അഡ്രസ് ചെയ്യുന്നത് എന്താണ്, എൽസിലേക്കാണ്. അവിടെ സ്പെഷ്യൽ ക്യാരക്ടറിൻ്റെ കൗണ്ട് എന്തായി മാറും, സ്പെഷ്യൽ ക്യാരക്ടർ +1 ആയി മാറും. ഓക്കെ, ഇനി നമ്മുടെ ആൻസേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിൾസ് എന്താണ്, വവൽസിൻ്റെ കൗണ്ട് VCയിലും, കൺസണൻസിൻ്റെ കൗണ്ട് CONലും, ഡിജിറ്റിൻ്റെ കൗണ്ട് ഡിജിറ്റിലും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് SPയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിനി ക്ലോസ് ചെയ്യാനായിട്ട് 2 ലൂപ്പുണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്, മെയിൻ ഫംഗ്ഷനും ഉണ്ട്. ഫോർ ലൂപ്പ് നമുക്ക് മെയിനിൽ തന്നെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ കണ്ടുപിടിക്കുമ്പോഴും ഈ ഓരോ സംഭവം പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം എല്ലാ കൗണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്താണ്, ഫൈനലി നമ്മൾ മെയിൻ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്ന വവൽസിൻ്റെ കൗണ്ട്, കൺസണൻസിൻ്റെ കൗണ്ട്, ഡിജിറ്റ്സിൻ്റെ കൗണ്ട് എല്ലാം നമ്മളൊന്ന് പ്രിൻറ്റ് വഴി ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യും. ഇത് നമ്മുടെ ഫംഗ്ഷൻ്റെ 4 എന്നുള്ള 4 ക്ലോസ് ആവും അല്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ ഇതെന്താണ്, മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ആവും. 4 ക്ലോസ് ആവും, ഇവിടെ എന്താണ്, മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഒന്നുമില്ല, എളുപ്പമാണ്. എന്ത് ചെയ്യുക, ഒരു ഗിവൺ സ്ട്രിങ് തരും. ആ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ എലമെൻറ്റിനെ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു SOFI എന്നുള്ളൊരു ഇൻഡെക്സ് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, S എന്നുള്ള സ്ട്രിങ്ങിനകത്തുള്ള ഓരോ വാല്യൂനും ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ SOFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ എലമെൻറ്റുമാണ്. സോ നമ്മുടെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതൽ നമ്മുടെ SOFIയിലുള്ള ക്യാരക്ടർ /0 അല്ലെങ്കിൽ നള്ളാവുന്നത് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എൻ്റർ ആവുന്നവരെയാണ്, അതായത് /0 എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു പുതിയൊരു /0 എന്നുള്ളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്ന വരെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. /0 വരാനുള്ള റീസൺ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ എൻ ക്യാരക്ടർ എപ്പോഴും എന്തായിരിക്കും, /0 ആയിരിക്കും. എന്നിട്ട് നമ്മൾ എല്ലാ വവൽസുമായിട്ടും ചെക്ക് ചെയ്ത് നോക്കി, ക്യാപിറ്റൽ കേസിലും സ്മോൾ കേസിലും. അത് അല്ല എങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആൽഫബറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അല്ല എങ്കിൽ എന്ത് ചെയ്യും, സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, ഈസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതൊരു ആൽഫബറ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആ ആൽഫബറ്റ് എന്താണ്, A ആണെങ്കിലും അല്ലെങ്കിൽ സ്മോൾ A ആണെങ്കിലും എന്താ, അതിനെ ആൽഫബറ്റായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈസ് ആൽഫ ട്രൂ ആവാത്തത് എന്തുകൊണ്ടാണ്, A വരുമ്പോഴേക്കും ഇതിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ വവൽസിൻ്റെ കൗണ്ടുമായിട്ട് അഡ്രസ്സ് ചെയ്യും. അപ്പം A എന്നുള്ള വേരിയബിൾ വരുവാണെങ്കിൽ അത് ഈസ് ആൽഫയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കൗണ്ട് എവിടെ സെറ്റ് ചെയ്യും, വവൽസിൻ്റെ കൗണ്ടിൽ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ A, E, I, O, U അല്ലാത്ത ആൽഫബറ്റ്സ് മാത്രമേ ഈസ് ആൽഫ ഡീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് വവൽസ് നമ്മൾ ആദ്യം എഴുതി കൊടുത്തേക്കുന്നത്. തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നോർമലായിട്ടുള്ള A എന്തിനകത്ത് കയറിപ്പോവും, കൺസണൻറ്റിൻ്റെ കൗണ്ടിൽ കയറിപ്പോവും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വരുന്ന വേരിയബിൾസിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വവൽസ് സ്പെഷ്യലായിട്ടുള്ള ആൽഫബറ്റ്സ് എന്താണ്, വവൽസ് ആണ്, അതിനെ നമ്മൾ ആദ്യം ഇഫിനകത്ത് കൊടുത്തു. അതിൻ്റെ എൽസ് പോർഷനായിട്ടാണ് ബാക്കിയുള്ളവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ് ആൽഫ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.